ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ചമ്മന്തികൾ പല വിധത്തിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് ഇന്ന് വൈഫ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഫുഡ് കഴിക്കാൻ ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി മാത്രം പോരാ, ഇതിനൊരു കിടിലൻ കോമ്പിനേഷൻ കൂടിയുണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ വരൂ. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ആ ടൈമിൽ നമുക്കിത് ഉണക്കച്ചെമ്മീൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു 2-3 പ്രാവശ്യം കഴുകി വാരി ഇതേ വെച്ചേക്കണേ കേട്ടോ. വാരി വെച്ചേക്കണ അതിൻ്റെ കൂടെ ഇതേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ചുമന്നുള്ളി നമ്മൾ ഇത് ഇടിച്ച് ചതച്ച് വെച്ചേക്കണേനെ, മുളക് പൊടി, ഈ 3 കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇതേ ചെമ്മീൻ ഇട്ടിട്ടോ ഇളക്കി കൊടുക്കുക. ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് സിമ്മാക്കി കൊടുക്കണം കേട്ടോ, കരിഞ്ഞു പോവാണ്ട് നല്ല ക്രിപ്സി ആയി കിട്ടുന്ന ആ ഒരു ഇതിലെടുക്കണം കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കരിഞ്ഞു പോയാൽ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ വെള്ളം ഉള്ളത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ പതാതിയ പൊന്തി വന്നത്. അതെ, മുരിങ്ങി മൂത്തത് നമ്മൾ കോരി മാറ്റിയാണ് കേട്ടോ. ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി ആ ചൂടായ എണ്ണയിൽ തന്നെ കേട്ടോ ഉള്ളി ഇടുക. മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ എങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെമ്മീത്തിൽ ഞാൻ കഴുകിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ, ഉപ്പിട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട്. 2 തണ്ട് കറിവേപ്പിലയൊക്കെ നേരത്തെ തന്നെ പറിച്ച് വെച്ചേക്കണേ കേട്ടോ. അല്ലെങ്കിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മുറ്റത്തോട്ടൊരു ഓട്ടമാണ്, ഓടിപ്പോയി പറിക്കലാണ് പണി. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടിട്ട് ഞാൻ നേരത്തെ തന്നെ കറിവേപ്പിലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാതെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നപ്പോൾ എന്താ ചെയ്യണ്ട, അടുത്തതായിട്ട് മുളക് പൊടിയാണ് കേട്ടോ. ഇതെപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കണ മുളക് പൊടി, വേറെ മാറ്റമൊന്നുമില്ല. വേറെ മുളക് പൊടി ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അതൊരു 2-3 സ്പൂൺ. ഈ ഒരു ചമ്മന്തിക്കെന്ന് പറയുമ്പോഴപ്പോഴും കുറച്ച് നല്ല എരിവ് വേണം കേട്ടോ, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഇത് ഞങ്ങളിപ്പോൾ നന്നായിട്ട് ഇതിനെ എരിവിട്ടിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, അതനുസരിച്ച് ചെയ്യുക. അതെ, അവസാനം ഇതേ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആയത്. ഒരു കാര്യം മറന്നു കേട്ടോ, പാറുവിന് ഇത്ര എരിവ് പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റണേ. പാറുവിന് വൈകുന്നേരം വരുമ്പോൾ ചോറ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് കൈയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കാൻ മറന്നു പോകരുത്. നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറി മാത്രം മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറ് ഒക്കെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ചമ്മന്തി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ സ്ഥിരം നമ്മൾ ചെയ്യണൊരു ചമ്മന്തിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ കോമ്പിനേഷൻ കണ്ട, ഇതാണ് ചേട്ടൻ പറഞ്ഞ കോമ്പിനേഷൻ കേട്ടോ. നല്ല ഉള്ളി മുളകൊക്കെ കുത്തിക്കാച്ചിയ നല്ല പരിപ്പ് കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.